നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എൻ്റെ ഈ വർഷത്തെ തിരുവാതിര നോയമ്പാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണേ. അപ്പോൾ സാധാരണ കല്യാണം കഴിഞ്ഞൊരു ഭർത്താവിൻ്റെ ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയിട്ടാണ് തിരുവാതിര നോയമ്പ് എടുക്കാറ്. കല്യാണം കഴിയാത്ത കുട്ടികൾ നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ടും നോയമ്പ് എടുക്കാറുണ്ടല്ലേ. അപ്പോൾ തിരുവാതിരപ്പാട്ടും തിരുവാതിരക്കളിയും തിരുവാതിര പുഴുക്കൊന്നും ഇല്ലാത്ത കേരളത്തിന് പുറത്ത് താമസിക്കുന്ന എൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള തിരുവാതിര നോയമ്പാണ് കാണിക്കണേ. അപ്പോൾ തെറ്റും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ തിരുവാതിര നോയമ്പ് എടുത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള അമ്മമാരും ചേച്ചിമാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ അടുത്ത വർഷം ചെയ്യുമ്പോൾ എനിക്ക് ആ കുറവുകളൊക്കെ ഒന്ന് ശരിയാക്കാം. പിന്നെ കമൻറ്റ് വായിക്കുന്ന കുറച്ച് പേരുണ്ടാവും, അവർക്കും അത് യൂസ്ഫുള്ളാവും. ഇന്ന് നോയമ്പൊക്കെ എടുക്കണ കാരണം ഞാൻ എന്നത്തേക്കാളും ഒരു അരമണിക്കൂർ മുമ്പ് നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ. തിരുവാതിര നോയമ്പ് എടുക്കണ കാരണം ഞാൻ ഇന്നലെ തന്നെ വീടൊക്കെ നന്നായിട്ട് ഡീപ്പ് ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ വൃത്തിയാക്കിയിട്ടൊക്കെ വേണം ഇന്നത്തെ ദിവസം തുടങ്ങാനായിട്ട്. അപ്പോൾ എല്ലാം അടിച്ചു വാരി തുടച്ച് അടുക്കളയൊക്കെ ഒന്ന് ജസ്റ്റ് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീനിങ് ലിക്വിഡൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് തുടച്ചെടുത്തതിന് ശേഷം അടുക്കള ഓൾറെഡി ക്ലീൻ ആയിരുന്നു. ഇന്നലെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായി. എന്നാലും ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നമുക്കിനി വിളക്കൊക്കെ വെക്കണം. പിന്നെ പറ്റുകയാണെങ്കിൽ ഇന്ന് 2 നേരം രാവിലെയും വൈകിട്ടും അമ്പലത്തിൽ പോകുന്നത് നന്നായിരിക്കും. ശിവൻ്റെ അമ്പലത്തിൽ പോണതാണ് ഏറ്റവും നല്ലത് ഇന്നത്തെ ദിവസം. ഞാൻ ഒരു നേരം പോകണുള്ളൂ, രാവിലെ മാത്രം പോകണുള്ളൂ കേട്ടോ. വൈകിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു നേരമാവും, 6:45 ആവും. പിന്നെ അമ്പലത്തിൽ പോക്കൊന്നും നടക്കില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ മാത്രമേ ഞാൻ പോകണുള്ളൂ. ഇന്നത്തെ ദിവസം ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറയുന്നത് നമ്മളുടെ ശിവൻ്റെയും പാർവതിയുടെയും കല്യാണം കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ ആദ്യമായിട്ട് തിരുവാതിര നോയമ്പ് എടുത്തത് പാർവതി ദേവിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ശിവനെ കൂടുതലായിട്ട് ആരാധിക്കുകയും പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ശക്തിഐക്യ രൂപിണിയെ നമഹാന്ന് 108 വട്ടം ചൊല്ലുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞവർ, കല്യാണം കഴിയാത്തവരാണെങ്കിൽ സോമായ നമഹാന്നും ചൊല്ലുന്നത് നല്ലതാണ്. നമ്മളുടെ കുടുംബത്തിന് ഐശ്വര്യവും ഐക്യവും ഒക്കെ ഉണ്ടാവാനായിട്ട് നല്ലതാണ്. പിന്നെ കല്യാണം കഴിയാത്ത പെൺകുട്ടികളാണെങ്കിൽ നല്ല ഭർത്താവിനെ കിട്ടാനൊക്കെ നല്ലതാണ്. അപ്പോൾ തിരുവാതിര നോയമ്പ് ഇതുവരെ എടുക്കാത്തവരാണെങ്കിൽ അടുത്ത വർഷമെങ്കിലും ഒന്ന് എടുത്ത് നോക്കൂ കേട്ടോ. തിരുവാതിര നോയമ്പിൻ്റെ അന്ന് സന്ധ്യ വരെ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഫാസ്റ്റിംഗ് ഒന്നും എടുക്കാറില്ല. അതായത് ഫുഡ് കഴിക്കാതിരിക്കില്ല. അരിഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഒഴിവാക്കും. പിന്നെ നമ്മൾ നോൺ വെജും കഴിക്കാൻ പാടില്ല. പിന്നെ പറ്റുകയാണെങ്കിൽ 2 നേരം അമ്പലത്തിൽ പോവുക, ഇതാണ് നിർബന്ധമായിട്ടുള്ള കാര്യം. പിന്നെ ശിവനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, പഞ്ചാക്ഷരി മന്ത്രമൊക്കെ ചൊല്ലുക. പിന്നെ ഞാൻ പറഞ്ഞ മന്ത്രമല്ലേ 108 തവണ ചൊല്ലേണ്ടത്, അതും ചൊല്ലാം. ഞാൻ ഇതുവരെ അങ്ങനെ എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അമ്മയും മുത്തശ്ശിയും ഒന്നും അങ്ങനെ ഫാസ്റ്റിംഗ് എടുക്കണമെന്നൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അവർ പറഞ്ഞു തന്ന രീതിയിലാണ് ഞാൻ ഇത്രയും നാളെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്നലെ രാത്രി തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും പിന്നെ ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറി ആകുമ്പോൾ സെയിം തന്നെ ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് എടുത്തിട്ട് പോകും. എനിക്ക് വേണ്ടി ഇനി പ്രത്യേകിച്ച് അങ്ങനെ ഉച്ചഭക്ഷണമൊന്നും ഉണ്ടാക്കണില്ല. പിന്നെ വാസുവിനും മോനും വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ള വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആദ്യം ഗ്രീൻ പീസ് ഒന്ന് വേവാൻ വയ്ക്കാം. അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല ചൂടുള്ള വെള്ളമാണ് ചേർക്കാറ്. അപ്പോൾ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആവും, ഒട്ടിപ്പിടിക്കുകയും ഇല്ല. നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാനും പറ്റും. അപ്പോൾ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ. നമുക്ക് ചപ്പാത്തിക്ക് വേണ്ട മാവൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം. പിന്നെ റൈസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് അരി വേവാനായിട്ട് വെക്കണം. ബസ്മതിയുടെ റൈസ് ഒരു
മുക്കാൽ ഗ്ലാസ്സോളം ഞാൻ എടുക്കുന്നുണ്ട്. എനിക്ക് ഉണ്ടാക്കുന്നില്ലല്ലോ, അപ്പോൾ ഹസ്ബൻഡിനും മോനും വേണ്ടിയിട്ടല്ലേ. വളരെ കുറച്ച് മതി. ഒരു മുക്കാൽ ഗ്ലാസ്സോളം എടുത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ വേവിക്കാറ്. കുക്കറിൽ അങ്ങനെ വിസിലടിച്ച് കഴിഞ്ഞാലേ, പ്രത്യേകിച്ച് ഫ്രൈഡ് റൈസിനാകുമ്പോൾ നമ്മൾ കുക്കറിൽ വിസിലടിപ്പിക്കാതിരിക്കുകയാണ് നല്ലത്. ജസ്റ്റ് ഒന്ന് ഒരു മുക്കാൽ വേവാവുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞൊക്കെ പോവും. ഫ്രൈഡ് റൈസ് ആകുമ്പോൾ അരി ഒന്നിനോടൊന്ന് തൊടാതെ കിടന്നാലാണ് കഴിക്കാനായിട്ടും ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് ഇതുപോലെ ഞാൻ തിളപ്പിച്ചെടുക്കാറാണ് പതിവ്. അപ്പോൾ നന്നായിട്ട് കഴുകി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വേവാനായിട്ട് വയ്ക്കാം. ഇതാ നമ്മളുടെ ചപ്പാത്തിക്കുള്ള വെള്ളം റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടാറുന്നതിന് മുന്നേ തന്നെ നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഫ്രൈഡ് റൈസിലേക്ക് വേണ്ട ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ് എല്ലാം നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു ചോപ്പർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരിയണ പരിപാടിയൊക്കെ വേഗം കഴിയും കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ വ്ളോഗ് കണ്ടപ്പോൾ കുറച്ച് പേര് ഈ ചോപ്പർ എവിടെ നിന്നാണ് വാങ്ങിച്ചത്, അതിൻ്റെ ലിങ്ക് തരുമോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ നമ്മളുടെ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഉണ്ട് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാനുള്ള ലിങ്ക് ഉണ്ട്. അതിൻ്റെ ഇടയിൽ അരിയൊന്ന് മുക്കാൽ വേവായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചവിന്ന് മാറ്റിയിട്ട് ആ സെയിം അടുപ്പിൽ തന്നെ ഗ്രീൻ പീസ് കറി വെക്കാനായിട്ടുള്ള പാൻ വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർക്കുക. ഓയിൽ ചൂടായി കഴിയുമ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്യുക. സവോള ഒന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും ചെറുതായിട്ട് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഫ്രൈഡ് റൈസ് വെക്കാനായിട്ടുള്ള പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ആഡ് ചെയ്തിട്ട് ചൂടായി കഴിയുമ്പോഴേ കുറച്ച് സവോള ചോപ്പ് ചെയ്തതും പിന്നെ കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് പച്ചമണം മാറുന്ന വരെ, അധികമായിട്ടൊന്ന് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കളറ് മാറുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളില്ലേ, ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഫ്രൈഡ് റൈസ് ആകുമ്പോൾ അങ്ങനെ പച്ചക്കറികളൊന്നും അധികം വാടാനായിട്ട് പാടില്ല കേട്ടോ. ആ ഒരു ചൈനീസ് ഫ്ലേവർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു റോ ടേസ്റ്റിൽ തന്നെ നമ്മളത് കഴിക്കുമ്പോഴായിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഗ്രീൻ പീസ് കറിക്ക് വേണ്ട സവോള, ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി ആഡ് ചെയ്യുക. അതും നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഗ്രീൻ പീസ് മസാലക്കറി റെഡിയായി. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്ത് ഫ്രൈഡ് റൈസിന് വേണ്ട മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് മുട്ട ആഡ് ചെയ്യണില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം ടേസ്റ്റിന് വേണ്ടിയിട്ട് മുട്ട ചേർക്കാം. നമ്മളിപ്പോൾ ഇന്ന് മുട്ട ചേർക്കാത്തത് വ്രതമൊക്കെ കാരണമാണ്. ഇന്ന് ഒട്ടും നോൺ വെജ് ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ മസാലയൊക്കെ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ഫ്രൈഡ് റൈസിൻ്റെ റൈസ് നമ്മൾ ആഡ് ചെയ്യുക. ഉപ്പൊക്കെ കറക്റ്റായിട്ട് വരികയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഫ്രൈഡ് റൈസും കറിയും ഒക്കെ ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കണം. അപ്പോൾ ചപ്പാത്തി പരത്താൻ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള പരിപാടിയിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം അതവിടെ മാറ്റി വെച്ചത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തി ചുട്ടെടുക്കാം.
പിന്നെ അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് സിങ്കിൽ നോക്കിയാൽ കാണാം പാത്രങ്ങൾ കഴുകാനായിട്ടൊരു കുന്നായിട്ടുണ്ട്. ഇനി ചപ്പാത്തി പരത്തി അത് ചുട്ട് കഴിഞ്ഞിട്ട് വേണം പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ. അതും കൂടി കഴിഞ്ഞ് കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അമ്പലത്തിലൊക്കെ പോണേ. പിന്നെ ഉണ്ണി എഴുന്നേക്കണേക്കാൾ മുമ്പ് പോയി വരണം. കാരണം ഞാൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ എൻ്റെ കൂടെ വരും. പിന്നെ അവിടെ കുറേ ടൈം പോകട്ടെ, തട്ടിമുട്ടിയൊക്കെ അവനെ കുളിപ്പിച്ചിട്ടൊക്കെ വേണ്ടേ കൊണ്ടുപോകാൻ. വേഗം പോയിട്ട് വരാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ പാത്രം കൂടിയും കഴുകട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിൽ പോവാം. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് നടക്കാവുന്നുള്ള ദൂരമുള്ളൂ കേട്ടോ. എന്നാലും ഞാൻ പെട്ടെന്ന് പോയി വരാൻ വേണ്ടിയിട്ട് 2 വീലറിനാണ് പോണത്. അപ്പോൾ അതാ ഇവിടെ എത്തി. അമ്പലം ഇതാണ്, ശിവൻ്റെയും പാർവതിയുടെ അമ്പലമാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ഗണപതിയുടെ അമ്പലമുണ്ട്, അവിടേക്കും പോകാറുണ്ട്. ഇന്നിപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകണില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ തൊഴുതിട്ട് വീട്ടിൽ പോവാം. പിന്നെ നമ്മുടെ നാട്ടിലത്തെ അമ്പലത്തിൽ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലൊന്നും നമുക്ക് ഇവിടുത്തെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കിട്ടാറില്ല. എന്നാലും എനിക്കിങ്ങനെ അമ്പലത്തിൽ പോണ ദിവസമൊക്കെ ഫുള്ളായിട്ട് നല്ല എനർജിയും പിന്നെ നല്ല പോസിറ്റീവ് ഫീലൊക്കെ തോന്നാറുണ്ട്. ഫുൾ ഡേ എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റാറുണ്ട് കേട്ടോ. ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും ഉണ്ണി എണീറ്റിട്ടുണ്ടായി. പിന്നെ ഞാൻ അവനെ കുളിപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവന് കൊടുക്കണേൻ്റെ ഒപ്പം തന്നെ ഞാനും കഴിക്കും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ റെഡിയായി ഓഫീസിലേക്ക് ഇറങ്ങാണ്. അപ്പോൾ പോണ വഴിക്ക് തന്നെ അവനെ പ്രീ സ്കൂളിലാക്കിയിട്ടാണ് കേട്ടോ പോവുക. പ്രീ സ്കൂളും ഡേ കെയറൊക്കെ സെയിം ബിൽഡിങ്ങിൽ തന്നെയാണ്. അപ്പോൾ പ്രീ സ്കൂളിൻ്റെ 11 മണി വരെ ഉള്ളൂ ക്ലാസ്സൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്നെ ഡേ കെയറിലേക്ക് കൊണ്ടുവന്നോളൂ. അപ്പോൾ ഇനി ഞാൻ ഓഫീസിലൊക്കെ പോയി വന്നിട്ട് കാണാം. പട്ടുവിനെ പ്രീ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രാവിലത്തെ വൈകിട്ടത്തെയും ട്രാഫിക് എന്ന് പറയുന്നത് ഒരു 1.5 ട്രാഫിക്കാണ്. പറയുമ്പോൾ എൻ്റെ ഓഫീസിലേക്ക് 11 കിലോമീറ്റർ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ അതൊരു വലിയ ദൂരമല്ല, പക്ഷെ ബാംഗ്ലൂർ അത് വലിയൊരു ദൂരമാണ് കേട്ടോ. ഈ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തുമ്പോൾ തന്നെ ഒരു നേരമാവും. 3/4 മണിക്കൂറെങ്കിലും ഞാൻ എടുക്കാറുണ്ട് ഓഫീസിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വൈകിട്ട് ഒരു 6:45 ആയപ്പോഴേക്കും വീട്ടിലെത്തി. മേലൊക്കെ കഴുകിയതിന് ശേഷം പതിവ് പോലെ വിളക്ക് വയ്ക്കുകയാണ്. അപ്പോൾ വിളക്ക് വെച്ചപ്പോൾ പഞ്ചാക്ഷരി മന്ത്രമാണ് ചൊല്ലിയത്. തിരുവാതിര നോയമ്പെടുത്ത കാരണമാണ് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിയ, ഇല്ലെങ്കിൽ സാധാരണ നാമജപമാണ് ചൊല്ലാറ്. എൻ്റെ കൂടെ ഉണ്ണിയും കൂടാറുണ്ട്. അപ്പോൾ വിളക്കൊക്കെ വെച്ചതിന് ശേഷം എനിക്ക് നന്നായിട്ട് വിശക്കണുണ്ടായിരുന്നു. എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മളുടെ ചെറുപയർ മുളപ്പിച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള സാലഡാണ്. ഞാൻ മിക്ക ദിവസവും ഇതാണ്ടോ കഴിക്കുക. കാരണം ഓഫീസ് വിട്ട് വരുമ്പോൾ ഒരു ആനേനെ തിന്നാനുള്ള വിശപ്പുണ്ടാവും. ആ ഒരു ടൈമിലാണ് നമുക്ക് ജങ്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട് തോന്നുക. ഉണ്ണിക്ക് വാങ്ങിച്ചു വെച്ച ബിസ്ക്കറ്റും സ്വീറ്റ്സും അതുപോലെ ചിപ്സ് ഐറ്റംസൊക്കെ എടുത്ത് കഴിക്കാൻ തോന്നും. അതാവുമ്പോൾ ജസ്റ്റ് ടിന്നിൽ നിന്ന് അങ്ങനെ എടുത്ത് കഴിച്ചാൽ മതിയല്ലോ. ഉണ്ടാക്കേണ്ട മടിക്കൊക്കെ നമുക്കതെടുത്ത് കഴിക്കാൻ തോന്നും. സാലഡ് ആവുമ്പോൾ ഹെൽത്തിയാണ്. പിന്നെ ഞാൻ ചെറുപയർ മുളപ്പിച്ചത് മിക്ക ദിവസവും ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ജസ്റ്റ് എടുത്ത് കുറച്ച് സവോളയും കുറച്ച് ചെറുനാരങ്ങ നീരും ഉപ്പും കുരുമുളക് പൊടിയും ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുക. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ കുറച്ച് ഗോതമ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി ഗോതമ്പ് കഞ്ഞിയാണ് ഉണ്ടാക്കണേ. ഗോതമ്പിൻ്റെ കഞ്ഞിയാണ്. അപ്പോൾ ഗോതമ്പ് കുറച്ച് കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ, ഒരു ബൗളിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ചിട്ടിട്ടുള്ളൂ. വാസുവിനും രാത്രി ഡിന്നറിന് അതന്നെ മതി എന്ന് പറഞ്ഞു. പട്ടുവിന് വേണ്ടിയിട്ട്
ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ റൈസ് കുറച്ച് ബാക്കിയുണ്ട്, അപ്പോൾ അത് അവന് ചൂടാക്കി കൊടുക്കും. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഗോതമ്പിൻ്റെ കഞ്ഞിയാണ്. ശരിക്കും പറഞ്ഞാൽ തിരുവാതിര നോയമ്പ് എടുക്കുമ്പോൾ തിരുവാതിര പുഴുക്കൊക്കെ കഴിക്കണം. കാച്ചിൽ, ചേമ്പ്, ചേന അങ്ങനത്തെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഇട്ടിട്ട് പുഴുക്കുണ്ടാക്കി കഴിക്കണം. ഞാൻ എന്തായാലും ഉണ്ടാക്കണില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ പറഞ്ഞ കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും കിട്ടില്ല കയ്യിൽ, എല്ലാം കിട്ടില്ല. കുറച്ചൊക്കെ ഇവിടെ കിട്ടും, എന്നാലും എല്ലാം കിട്ടില്ല. പിന്നെ ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടാവും, കൂടുതലായിട്ടുണ്ടാവും. ഞങ്ങൾ രണ്ടുപേര് വിചാരിച്ചാൽ പോലെ അതൊന്ന് കഴിച്ചു തീർക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ നമ്മളിന്ന് പുഴുക്കുണ്ടാക്കുന്ന പരിപാടി അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചു. കുക്കറൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയില്ലേ, സവാള ഒന്ന് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ ഗോതമ്പ് വെള്ളത്തോട് കൂടി തന്നെ അതിലേക്ക് ഒഴിക്കാം. പിന്നെ കുറച്ചധികം കൂടി വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു ഗോതമ്പ് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് കുക്കർ മൂടി വെച്ചിട്ട് ഒരു 3-4 വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ഒരു 2-3 വിസിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഗോതമ്പ് കഞ്ഞി പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മളിത് ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ്, എന്നാൽ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ശരിക്കും തിരുവാതിരപ്പുഴുക്ക് നമുക്ക് ഈ കഞ്ഞിയുടെ സൈഡായിട്ട് കഴിക്കാം കേട്ടോ. നമ്മളിപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കണില്ല, അച്ചാറാണ് കഴിക്കാൻ പോണേ. വളരെ സിമ്പിളായിപ്പോയി. എന്നാലും ഇവിടെ അങ്ങനെ ആർക്കും കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് ജോലിയൊക്കെ ചെയ്യണ ആൾക്കാർക്ക് അറിയാൻ പറ്റും, നമ്മളിങ്ങനെ തട്ടിമുട്ടിയൊക്കെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഫുഡിൻ്റെ കേസിലാണെങ്കിലും നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുക ഞായറാഴ്ച ദിവസങ്ങളിലായിരിക്കും. പ്രത്യേകിച്ച് നോൺ വെജൊക്കെ ഞങ്ങൾ ഒഴിവ് ദിവസങ്ങളിലാണ് ഉണ്ടാക്കാറ്. അല്ലാത്ത ദിവസം ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ. ഈവനിങ് ടൈമിൽ മിക്ക ദിവസവും ചപ്പാത്തിയും പിന്നെ എന്തെങ്കിലും ഒരു മസാലക്കറിയോ അല്ലെങ്കിൽ പച്ചക്കറി വെച്ചിട്ട് എന്തെങ്കിലും വെജിറ്റബിൾ സ്റ്റൂവോ പനീർ ബട്ടർ മസാലയൊക്കെയാണ് ഉണ്ടാക്കാറ്. ഇന്ന് കുറച്ച് സിമ്പിളായി പോയി. അപ്പോൾ ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞു. പട്ടുവിന് ചോറ് കൊടുത്തു. പട്ടുവിന് ഇതാ ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയോ, തിരുവാതിരയുടെ ദിവസം നമ്മൾ രാത്രി ഉറങ്ങാൻ പാടില്ല എന്നാണ് പറയുക. പണ്ട് കാലത്തൊക്കെ അത് നടക്കും അല്ലേ. എന്താണെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ ഒരുപാട് പെണ്ണുങ്ങളുണ്ടാവും, അവരെല്ലാം തിരുവാതിര നോയമ്പെടുക്കും. രാത്രി ഉറങ്ങാതെ കഥ പറച്ചിലും തിരുവാതിരക്കളിയും തിരുവാതിര പാട്ടൊക്കെ ആയിട്ട് അവർ കഴിച്ചു കൂട്ടും. നമ്മളുടെ പോലെയുള്ളവരൊക്കെ ആണെങ്കിൽ മാക്സിമം നമുക്കൊരു 12 മണി വരെ, അതായത് ഇന്നത്തെ ദിവസം കഴിയണ വരെ ഉറങ്ങാതിരിക്കും. ഞാൻ എങ്ങനെയാണ് കേട്ടോ ചെയ്യുക. കഴിഞ്ഞ തിരുവാതിര നോയമ്പൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, 12 മണി വരെയൊക്കെ ഇരുന്നു. അല്ലാതെ ഉറക്കമൊഴിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. നാളെ എനിക്ക് ഓഫീസുള്ള ദിവസമാണ്. ഇന്ന് രാത്രി ഫുൾ ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ അടിപൊളിയാവും കാര്യം. നാളെ പിന്നെ എനിക്ക് പോകേണ്ടി വരില്ല. അതുകൊണ്ട് ഒരു 12 മണി വരെയൊക്കെ ഇരുന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങും കേട്ടോ. പട്ടുവിന് ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട്, എൻ്റെ മടിയിൽ തന്നെ കിടന്നുറങ്ങാണ്. അപ്പോൾ 12 മണി വരെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ TV ഒക്കെ വെച്ച് ഇങ്ങനെ ചാനലൊക്കെ മാറ്റി മാറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ വ്ളോഗായിരുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണോ ശരിക്കും തിരുവാതിര നോയമ്പ് എടുക്കുക? ഇങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതിൻ്റേതായ രീതികളുണ്ട്. പക്ഷേ എനിക്കിവിടെ ചെയ്യാൻ പറ്റുന്നതിന് പരിധികളുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നത് കൊണ്ടൊക്കെ പിന്നെ നമ്മൾ പുറത്ത് താമസിക്കുന്നതുകൊണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ട്. എനിക്കറിയാം, തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ട്, ക്ഷമിക്കുക. പിന്നെ തിരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം, തുറന്നു പറയാം, ഒരു നല്ല ഫ്രണ്ടായിട്ട് തന്നെ കാണാം. ഞാൻ തുടക്കത്തിലേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും പറയാം. ഒട്ടും മടി വിചാരിക്കേണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.